മോഹൻലാൽ ശോഭന കോംബോയായിട്ട് വരുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജനുവരി 30 റിലീഫ് വിട്ടിരുന്നത്. അത് പെട്ടെന്ന് റിലീഫിൻ്റെ തീയതി മാറ്റുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സംവിധായകൻ തരുൺമൂർത്തിയുടെ ഒരു വോയിസ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഈ റിലീഫിൻ്റെ തീയതി മാറ്റിവെച്ചത് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വന്നപ്പം ലാലേട്ടനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില കമൻറ്റുകൾ നമ്മൾ കണ്ടായിരുന്നു. കാരണം OTTക്ക് പോലും ലാലേട്ടൻ്റെ ചിത്രം വേണ്ട എന്നുള്ള ചില കമൻറ്റുകളായിരുന്നു കണ്ടത്. അപ്പോഴും ഇതിൻ്റെ തുകയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് OTT പോകാതിരിക്കാനുള്ള കാരണമായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അതൊന്നൊരു ബാധകമല്ലല്ലോ. ഏതായാലും ഇതിൻ്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ 20 കോടി രൂപയ്ക്ക് വിറ്റുപോയിട്ടുണ്ട് എന്നാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. അപ്പം ഈ തുടരും എന്ന് പറയുന്ന ചിത്രം ലാലേട്ടൻ്റെ പ്രതിഫലം ഒഴിച്ച് ഏകദേശം 20 കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ്. അപ്പോൾ എല്ലാം കൂടെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 30 കോടിക്ക് മുകളിലായിരിക്കാം ഈ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് തോന്നുന്നു. 20 കോടി OTT സാറ്റലൈറ്റ് അവകാശം കിട്ടിയ മുറയ്ക്ക് ഈ ചിത്രത്തെ സംബന്ധിച്ച് സാമ്പത്തികമായി വിജയമാകാനാണ് സാധ്യത കാണുന്നത്. കാരണം ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് 20 കോടി രൂപ നിർമ്മാതാവിൻ്റെ കയ്യിൽ കിട്ടി. അതിനുശേഷം ചിത്രം ഇറങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒരു 20-30 കോടി രൂപ തിയേറ്ററിൽ നിന്ന് നേടിക്കഴിഞ്ഞാൽ ചിത്രം വിജയമായി മാറും. അതുതന്നെയാണ് നിർമ്മാതാവ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ കൈ പൊള്ളാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ചിത്രം എന്ന് ഇറങ്ങും എന്നുള്ളതിനെ പറ്റിയുള്ള ആകാംക്ഷയിലാണ് ആരാധകരെ സംബന്ധിച്ച്. കാരണം ലാലേട്ടൻ വളരെ നാളിന് ശേഷം മണ്ണിലിറങ്ങി വരുന്ന ഒരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്നു. തരുൺമൂർത്തിയുടെ മുൻകാല ചിത്രങ്ങളിൽ നമുക്ക് തരുന്ന പ്രതീക്ഷ, വളരെ നാളിന് ശേഷം മോഹൻലാലും ശോഭനയും ജോഡിയായി എത്തുന്നു. അങ്ങനെയൊക്കെയുള്ള പല സവിശേഷതകൾ കൊണ്ട് ഈ ചിത്രം പ്രേക്ഷകർക്ക് ഭയങ്കര പ്രിയപ്പെട്ട ചിത്രമായി മാറും എന്ന് തന്നെയാണ് പ്രേക്ഷകർ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ചിത്രം ഏകദേശം മെയ് മാസത്തോളം, മെയ് ആദ്യമോ അല്ലെങ്കിൽ രണ്ടാം പകുതിയിലോ ഇറങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചിത്രം നിർമ്മാതാവിനെ സംബന്ധിച്ച് കൈകൊള്ളാത്ത ഒരു ചിത്രം തന്നെ ആയിരിക്കും തുടരും എന്ന് ചിത്രമെന്ന് നിസ്സംശയം പറയാൻ പറ്റും.